ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ചിങ്ങഞ്ചിറയിലായിട്ടുള്ള പ്രകൃതി ക്ഷേത്രത്തിലാണ്, അഥവാ കറുപ്പസ്വാമി കോവിൽ എന്ന് പറയും. ഇവിടുത്തെ ആചാരങ്ങളും അതേപോലെ തന്നെ വഴിപാടുകളും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുള്ള അമ്പലങ്ങളിൽ നിന്ന് വളരെ വേറിട്ട, പ്രകൃതിയാൽ ഭയങ്കര ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു അമ്പലം. ആദ്യകാലത്ത് ഒറ്റ ആൽമരം മാത്രമായിരുന്ന ഇവിടെ ഇന്ന് ചുറ്റിലും വലിയ ആൽമരങ്ങളാണ്. അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആലിൻ്റെ ചുവട്ടിലായിട്ടാണ് നമ്മുടെ കറുപ്പസ്വാമിയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടർത്തിയുള്ളൊരു കാട് പോലെ തോന്നുമെങ്കിലും അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് കണ്ട ഒരു സങ്കല്പമേ അല്ല, അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള, ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതിയാൽ വളരെ ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു അമ്പലവും ചുറ്റുപാടും. ഒരുപാട് ആളുകളാണ് വരുന്നത്. ഞായറാഴ്ച ദിവസം ഒരു ഉത്സവത്തിനുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂജാരിയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പോയ സമയത്ത് പക്ഷെ ഒരു പൂജാരി ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹമാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തു തന്നത്. പിന്നെ ഇവിടുത്തെ വഴിപാടുകളൊക്കെ ഒരു ബോർഡിൽ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ അമ്പലത്തിനകത്ത് കുറേ രൂപങ്ങൾ കെട്ടിത്തൂക്കിയതായിട്ട് കാണാൻ സാധിക്കും. വീടില്ലാത്തവർക്ക്, വിവാഹം നടക്കാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നടന്നതിന് ശേഷമാണത്രേ ഇവർ ഈ രൂപങ്ങളെല്ലാം, ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീടിൻ്റെ രൂപം, മക്കളില്ലാത്തവർ തൊട്ടിൽ, ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ അമ്പലത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരു ചില പേര് കോഴിയെ അല്ലെങ്കിൽ ആടിനെ ബലി കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ബലി കൊടുക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. നടന്നതിന് ശേഷം, ആഗ്രഹ സാഫല്യത്തിന് ശേഷം ബലി കൊടുത്ത മാംസം അവിടെ വെച്ച് തന്നെ കുടുംബമായി കുക്ക് ചെയ്ത് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കുക്ക് ചെയ്യുന്ന ഫുഡൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്നറിഞ്ഞ് അനുഭവിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ചിങ്ങഞ്ചിറയിലുള്ള ഈ പ്രകൃതി ക്ഷേത്രം. വരുന്നവർ ഒരു കാരണവശാലും ഇതിൻ്റെ ചുറ്റുപാട് മലിനമാക്കാതെ സൂക്ഷിക്കണേ. എങ്കിൽ ഈ മനോഹാരിത നമുക്ക് എന്നും നിലനിർത്താം.